ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഡൽഹിയിൽ BJP വനിതാ മുഖ്യമന്ത്രിയെ പരീക്ഷിക്കാനുള്ള സാധ്യതയും ഏറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിറമങ്ങിയ വിജയത്തിലൂടെയാണ് രാജ്യത്തിന്റെ ഭരണം നേടിയതെങ്കിലും പിന്നീട് ഇങ്ങോട്ട് നടന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJP മിന്നും പ്രകടനങ്ങളാണ് നടത്തിയത്. ഒഡീഷയും ഹരിയാനയും മഹാരാഷ്ട്രയും ഇപ്പോൾ ഡൽഹിയും പിടിച്ചുള്ള മുന്നേറ്റം നടത്തി. എന്നാൽ 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്തിയ BJPക്ക് ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ സമവായം കണ്ടെത്താൻ സാധിക്കാത്തതാണ് തീരുമാനം വൈകാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഡൽഹിയിൽ BJP വനിതാ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇതിനെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നതായും സൂചനയുണ്ട്. BJPക്ക് നിലവിൽ വനിതാ മുഖ്യമന്ത്രിമാരില്ല. അതുകൂടി പരിഗണിച്ചാണ് വനിതയെ പരിഗണിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. നിലവിൽ 2 വനിതകളുടെ പേരുകളാണ് സജീവമായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നത്. മഹിളാ മോർച്ച ദേശീയ ഉപാധ്യക്ഷയും ഷാലിമാർ ബാഗിലെ നിയുക്ത MLAയുമായ രേഖ ഗുപ്ത, ഗ്രേറ്റർ കൈലാഷിൽ AAPയുടെ സൗരവ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തിയ ശിഖ റോയ് എന്നിവരുടെ പേരുകളാണ് ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ 27 വർഷത്തിന് ശേഷം സുഷമ സ്വരാജിന് പിൻഗാമിയായി BJPക്ക് മറ്റൊരു വനിത കൂടി വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സുഷമയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് 15 വർഷം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിന് പിന്നാലെ അതിഷിയെ AAP മുഖ്യമന്ത്രിയാക്കിയിരുന്നു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.